ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പം നമുക്കിന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം. വെറും പ്ലം കേക്ക് അല്ല, റിച്ച് പ്ലം കേക്ക്. അതിന് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. നമുക്കൊരു പാത്രത്തിൽ ബട്ടർ ഇട്ട് ചൂടാക്കി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒഴിച്ച് നന്നായി ഒന്ന് കാരമലൈസ് ചെയ്യാം കേട്ടോ. അതൊന്ന് നല്ല ഗോൾഡൻ കളറാകുമ്പം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, ഈ ഡേറ്റ്സ്, ഉണക്കമുന്തിരിങ്ങ, ചെറിപ്പഴം, പിന്നെ ഒരു ഓറഞ്ച് നീര് എന്നിവ കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പാനീയം തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതേസമയം ബാറ്ററിനെ മറ്റൊരു പാത്രത്തിൽ 2 കപ്പ് മൈദ മാവ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, സിനമൺ പൗഡർ, പിന്നെ ഏലക്ക എന്നിവ കൂടി പൊടിച്ച് നന്നായി ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. ഈ സമയം നന്നായി തണുത്ത മിശ്രിതത്തിലേക്ക് 2 മുട്ട, ഓറഞ്ചിൻ്റെ സ്ലൈസ്, പിന്നെ ബാക്കിയുള്ള കാഷ്യൂനട്ട്സ് എന്നിവ കൂടി ചേർക്കാം. ഇതിലേക്ക് മാവിൻ്റെ പകുതി ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കുന്ന സമയത്ത് കട്ടയൊന്നും ഉണ്ടാവാൻ നോക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള മാവ് കൂടി ഇളക്കി നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. ഇനിയാണ് ഇതിലെ മെയിൻ ഐറ്റം. ഞാൻ തന്നെ തയ്യാറാക്കിയ വൈന് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. വൈനില്ലാത്തവർക്ക് റമ്മ് ചേർത്തും ഈ ബാറ്റർ ഉണ്ടാക്കാം. എയർ ഫ്രയറിൻ്റെ പാത്രത്തിൽ ബട്ടർ പുരട്ടി ഈ ബാറ്ററിനെ അതിലേക്ക് മാറ്റാം. ശേഷം 150 ഡിഗ്രിയിൽ 25 മിനിറ്റും 140 ഡിഗ്രിയിൽ 20 മിനിറ്റും വേവിച്ചെടുത്താൽ നമ്മുടെ ഈ കേക്ക് റെഡിയായി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് അധികം ആയതുകൊണ്ട് ബാക്കി വന്ന സാധനം ഞാൻ എടുത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ചെറിയൊരു കേക്കാക്കി വേവിച്ചെടുത്തു. നല്ല സ്പോഞ്ചിയും ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് കിട്ടിയത്. പിന്നെ വെന്താന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഫോർക്ക് എടുത്തിൽ കുത്തി നോക്കി. നിങ്ങളും അത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.